25 PV ആണ് കമ്പനി കണക്കാക്കുന്നത്. എന്താണ് PV? PV മീൻസ് പോയിന്റ് വാല്യൂ. ഇവിടെ വന്ന് നമ്മൾ PV എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് CM ചിലപ്പോൾ ചിന്തിച്ചു. ആ PV അല്ല, ഈ PV ഏതാണ്? നമ്മുടെ പോയിന്റ് വാല്യൂ എന്ന് പറയുന്ന PV ആണ്. സോ 100 rupees കൊറിയർ ചാർജ് ഈ പ്രൊഡക്റ്റിനുണ്ട്. തലശ്ശേരിയിൽ പ്രൊഡക്റ്റ് വരണമെങ്കിലും ജമ്മു കാശ്മീരിൽ ഐപ്പിൾസ് ചെല്ലണമെങ്കിലും 100 രൂപ കൊറിയർ ചാർജ് വരുന്നു. സോ ചെയ്യേണ്ടത് എന്താ? ബിസിനസ് ആരംഭിച്ചതിന് ശേഷം 2 വ്യക്തികളെ നമ്മൾ ഒന്ന് കണ്ടെത്തണം. എങ്ങനെ 2 വ്യക്തികളെ? ഇൻഫോസിസ് ആരംഭിച്ച കാലത്ത് നാരായണമൂർത്തി സാർ എന്ത് പറഞ്ഞു എന്നറിയോ? എല്ലാവരും ജോലിക്കാരായി നിൽക്കുന്നു, പക്ഷെ ഞാനൊരു കമ്പനി ആരംഭിക്കാൻ തീരുമാനിച്ചു. വരും കാലഘട്ടം ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലഘട്ടം ആണ്, അതുകൊണ്ട് ഒരു സോഫ്റ്റ്വെയർ കമ്പനി ആരംഭിക്കാൻ ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കൂട്ടുകാരായ 5 വ്യക്തികളെ ആ ഓപ്പർച്യൂണിറ്റിയിലേക്ക് ക്ഷണിച്ചു. 5 പേര് ആ ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്തു. ആ ഓരോ ആളുകളും ഇന്ന് 20-25 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ഓരോ വ്യക്തിയുടെയും മൊത്തത്തിലുള്ള സമ്പാദ്യം 5000 കോടിക്ക് മുകളിൽ അവർ നേടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ പറഞ്ഞാൽ നോ പറയില്ല, എന്നെ തള്ളിക്കളയില്ല, എന്നെ തട്ടിക്കളയില്ല, ഒന്ന് കേൾക്കാൻ തയ്യാറാകും. അങ്ങനെ 2 അല്ല 20 പേരെങ്കിലും നമ്മൾക്കുണ്ട്. കറക്റ്റ് അല്ലേ? ഇതിൽ 2 പേരോട് ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ പറയണം. 600 ആഴ്ചയായി ഇന്ത്യയിൽ നടക്കുന്ന ഒരു ബിസിനസ്, ഇന്ത്യയിലെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് നടക്കുന്ന ബിസിനസ്, 104 വ്യക്തികളെ കോടീശ്വരന്മാരാക്കി മാറ്റിയ ബിസിനസ്. സെൻട്രൽ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ പറയുന്നു, വരും കാലഘട്ടത്തിൽ വളരുന്ന ഇന്ത്യക്ക് വാഗ്ദാനമാണ് ഇൻഡസ്വാ എന്ന് സെൻട്രൽ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. അതിലേക്ക് 2 പേരെ നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഒന്നാമൻ വരുന്നു, രണ്ടാമൻ വന്നു. ഈ 2 പേര് വരുന്ന സമയത്ത് നമ്മൾ സ്റ്റാർ 250 എന്ന് പറയുന്ന ഈ കമ്പനിയുടെ ഒരു ആദ്യത്തെ മൈൽ സ്റ്റോൺ നമ്മൾ അച്ചീവ് ചെയ്യും. ആ സ്റ്റാർ 250 ഓൺവേർഡ്സ്